ആലപ്പുഴ കരുവാറ്റ കൊലപാതക കേസിൽ മുഖ്യ ആസൂത്രകയായ 13-കാരി പോലീസിനോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണോ? കൊല്ലപ്പെട്ട ശിവൻകുട്ടി മോശമായി പെരുമാറിയെന്ന മൊഴിയിൽ തുടക്കത്തിൽ തന്നെ ചില സംശയങ്ങൾ തോന്നിയതാണ്. ഇപ്പോൾ CWC നടത്തിയ കൗൺസിലിംഗിൽ ശിവൻകുട്ടിക്കെതിരെ അവൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. തന്നോട് മോശമായി പെരുമാറിയ വിവരമറിഞ്ഞ അച്ഛനാകും ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പിടിക്കപ്പെട്ട വേളയിൽ പോലീസിനോട് പെൺകുട്ടി പറഞ്ഞത്. പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നും ആരാണത് അവർക്ക് കൊടുത്തിരുന്നതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ പെൺകുട്ടി പറഞ്ഞ കഥകളിൽ ഒന്നായിരുന്നു വയോധികൻ തന്നോട് മോശമായി പെരുമാറിയെന്നും അതറിഞ്ഞ അച്ഛനാകും കൊലപ്പെടുത്തിയത് എന്നും. ഇത് കേട്ട അന്വേഷണ സംഘം തന്നെ ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായി. അതിനാൽ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നറിയാൻ തുടർ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നും അന്വേഷണ സംഘം തീരുമാനിച്ചു. കോഴിക്കോട്ടെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയ പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൗൺസിലർമാർ കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു. എന്നാൽ ശിവൻകുട്ടിക്കെതിരെ 13-കാരി ഉന്നയിച്ച ആരോപണങ്ങളൊന്നും അവർക്ക് മുന്നിൽ പറഞ്ഞില്ല. മാത്രവുമല്ല, തനിക്കെതിരെ മറ്റെവിടെ നിന്നും അത്തരമൊരു മോശം പെരുമാറ്റം ഉണ്ടായതായി പരാമർശിക്കുക പോലും ചെയ്തില്ല. അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ആവർത്തിച്ച നിരവധി കള്ളക്കഥകളിൽ ഒന്നായി മാത്രമാണ് പോലീസ് ഇപ്പോൾ ശിവൻകുട്ടിക്കെതിരായ ആരോപണത്തെ കാണുന്നത്. ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ ഒരിക്കൽ പോലും കുറ്റബോധം പോലും കാണിക്കാത്ത കൗമാരക്കാരുടെ രീതികൾ വിചിത്രമായാണ് പോലീസ് കാണുന്നത്. നിലവിൽ കൗൺസിലിംഗ് നടത്തിയെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടുന്ന ബോർഡ് രൂപീകരിച്ച് ഇനിയും പ്രതികളോട് സംസാരിക്കാനാണ് തീരുമാനം. ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യാൻ നൽകിയ കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച കോടതി പരിഗണിക്കും. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.